പേരാവൂർ മണ്ഡലത്തിൽ ശൈല ടീച്ചർ മത്സരിക്കുകയാണ്. ഞങ്ങൾക്ക് ഉറപ്പാണ് ആ മണ്ഡലം ജയിക്കാൻ വേണ്ടി കഴിയും. അങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്തോ ഒതുക്കാനോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എതിരാളി നടത്തുന്ന പ്രചരണത്തെ KPCCയുടെ പ്രസിഡന്റിന് വേണ്ടിയിട്ട് സണ്ണി ജോസഫിന് വേണ്ടി വിടുപണി ചെയ്യുന്ന പണിയല്ലേ TK ഗോവിന്ദൻ മാഷ് ചെയ്തത്? അപ്പൊ UDFന്റെ പിന്തുണ തേടിയ ഉടനെ തന്നെ UDFനും അതിന്റെ നേതൃത്വത്തിനും വേണ്ടി വിടുപണി ചെയ്യുന്ന ഒരു ജോലിയല്ലേ TK ഗോവിന്ദൻ മാഷ് ചെയ്തിട്ടുള്ളത്? അതിനുവേണ്ടിയല്ലേ അങ്ങനെ ഒരു പ്രചരണം നടത്തിയത്? ഇപ്പൊ TA മസൂദന്റെ സ്ഥാനാർത്ഥിത്വം നുണപ്രചരണമാണ് നടത്തിയിട്ടുള്ളത്. പാർട്ടി ചർച്ച ചെയ്ത് കണ്ടു. എന്താണ് തെറ്റ്? പാർട്ടി കണ്ടെന്താ? സമയബന്ധിതമായി വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചിട്ടില്ല. TK ഗോവിന്ദൻ മാഷ് ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്ത് വിശദമായ പരിശോധന നടത്തി നിലപാടെടുക്കുന്നു. ഗോവിന്ദൻ മാഷ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ആ നിലപാട് പാർട്ടിക്കകത്ത് പോയിട്ട് വിശദീകരിക്കുന്നു. അങ്ങനെയുള്ള ഗോവിന്ദൻ മാഷ് രാഷ്ട്രീയമായി UDFുമായി ഒത്തുകളിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ UDFന് പറ്റുന്ന രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് മസൂദന്റെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ചും നേരത്തെ അദ്ദേഹം പാർട്ടിക്കകത്തും പുറത്തും സ്വീകരിച്ച നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ സമീപനം സ്വീകരിക്കുന്നു. ഇപ്പൊ ആരെങ്കിലും ഒരാൾ തെറ്റായ ഒരു പ്രചരണം ഒരു പാർട്ടി നേതാവിനെതിരായിട്ട് നടത്തിയാൽ ഞങ്ങളെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിക്കുക. ആ പ്രചരണത്തിന് വിധേയപ്പെട്ടുകൊണ്ട് അതിൻ്റെ മുന്നിൽ കീഴടങ്ങുന്ന സമീപനമല്ല ഞങ്ങൾ ഒരു ഘട്ടത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ തീരുമാനിച്ചത് അങ്ങനെ ഒരു നുണപ്രചരണം നടത്തി ഏതെങ്കിലും ഒരു പാർട്ടി നേതാവിനെ ശരിപ്പെടുത്താൻ വേണ്ടി പുറപ്പെട്ടാൽ അതിന് വിധേയപ്പെടാൻ വേണ്ടി പാർട്ടിക്ക് മനസ്സില്ല. ഞങ്ങൾ തീരുമാനിച്ചത് തന്നെയാണ്. അതുകൊണ്ട് TA മസൂദനെ വീണ്ടും മത്സരിക്കണം. അതുകൊണ്ടാണ് കണ്ടത്. ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് ഈ നുണപ്രചരണങ്ങൾ, വ്യക്തിഹത്യ നടത്തിക്കൊണ്ടുള്ള നുണപ്രചരണങ്ങളൊന്നും അവിടെയുള്ള ജനങ്ങൾ ഏറ്റെടുക്കില്ല എന്നുള്ള നല്ല വിശ്വാസം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് ചർച്ച ചെയ്തുകൊണ്ടാണ് പൊതുവായിട്ടുള്ള ഒരു തീരുമാനം ഞങ്ങൾ എടുത്തത്. അപ്പോൾ അതിനെയും രാഷ്ട്രീയമായി ഉപയോഗിക്കുക എന്നുള്ള സമീപനമാണ് ഇവിടെ UDFന്റെ പിന്തുണ തേടിപ്പോയിട്ടുള്ള ഗോവിന്ദൻ മാഷ്, TK ഗോവിന്ദൻ മാഷ് രാഷ്ട്രീയമായി നിലപാടെടുക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ രാഷ്ട്രീയമായി UDFന് ഒപ്പം നിന്നുകൊണ്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ പ്രവാസി വ്യവസായി ദൗർഭാഗ്യകരമായിട്ടുള്ള ആത്മഹത്യ ഉണ്ടായല്ലോ സാജന്റെ. ആ സംഭവത്തെയും രാഷ്ട്രീയമായി എതിരാളികൾ പാർട്ടിയെ കുത്തിവലിക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു സംഭവം, അതിനെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിച്ചത് അതിൻ്റെ ഭാഗമായിട്ട് ആണല്ലോ അദ്ദേഹം പെരുന്നുണ പറഞ്ഞത്. എന്താ അദ്ദേഹം പറഞ്ഞത്? അവിടുന്ന് രേഖ നഷ്ടപ്പെട്ടു പോയി. ഏത് രേഖയാണ് അവിടെ നഷ്ടപ്പെട്ടു പോയത്? ഏത് ഫയലാണ് നഷ്ടപ്പെട്ടു പോയത്? നിങ്ങൾ വിവരാവകാശ പ്രകാരം അപേക്ഷ കൊടുത്തോ? ഏതെങ്കിലും ഫയൽ അവിടെ നഷ്ടപ്പെട്ടോ? അവിടെ അന്വേഷണം നടത്തിയല്ലോ ഈ ഉണ്ടായിട്ടുള്ള സംഭവത്തെ സംബന്ധിച്ച്. അന്വേഷണം നടത്തി. എന്താ? താൻ ഈ കസേരയിൽ ഇരിക്കുമ്പോൾ പെർമിറ്റ് നൽകില്ല ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ശ്യാമൾ ടീച്ചർക്കെതിരായിട്ട് കടുത്ത കടന്നാക്രമണം നടത്തിയത്? അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളത് തെളിയിക്കപ്പെട്ടില്ലേ? അന്വേഷണ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് കൊടുത്തില്ലേ? ആ റിപ്പോർട്ടിൽ പറഞ്ഞെന്താ? ഇങ്ങനെ മൊഴി നൽകിയ ആള് എവിടെ വെച്ച് എപ്പോൾ ടീച്ചറെ കണ്ടു? അങ്ങനെ പറയുന്നത് കേൾക്കണമെങ്കിൽ ടീച്ചറെ കാണണ്ടേ? അപ്പൊ എവിടെ വെച്ച് എപ്പോ കണ്ടു എന്ന ചോദ്യത്തിന് ഉത്തരവില്ലല്ലോ. അപ്പൊ കെട്ടിച്ചമച്ച ഒരു പ്രയോഗം, കസേരയിൽ ഇരിക്കുമ്പോൾ പെർമിറ്റ് നൽകില്ല എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ഒരു കെട്ടിച്ചമച്ച പ്രയോഗത്തെ ഉപയോഗിച്ചുകൊണ്ടല്ലേ കടന്നാക്രമണം നടത്തിയത്. വാസ്തവത്തിൽ നിങ്ങളൊന്ന് ആലോചിക്കുക, ഇപ്പോഴും ആ കെട്ടിടത്തിന് പെർമിറ്റ് കിട്ടിയിട്ടില്ല. താൽക്കാലിക പെർമിറ്റാ. ഏതെങ്കിലും ഒരു കെട്ടിടത്തിന് ഒരു ജനപ്രതിനിധി തീരുമാനിച്ച പെർമിറ്റ് കൊടുക്കാൻ പറ്റൂ? ബിൽഡിംഗ് റൂൾസിന്റെ വയലേഷൻ ഉണ്ടായാൽ ആ വയലേഷൻ റെഗുലറൈസ് ചെയ്യാതെ പെർമിറ്റ് കൊടുക്കാൻ വേണ്ടി പറ്റൂ? ഇപ്പൊ നിങ്ങളെല്ലാവരും കണ്ടു, മരട് ഫ്ലാറ്റ് പൊളിച്ചു. ആരൊക്കെ ശ്രമിച്ചു അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്? സംരക്ഷിക്കാൻ പറ്റിയോ? എന്താ കാരണം? അത് CR-Z നിയമത്തിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. ഫ്ലാറ്റ് ഉണ്ടാക്കി. ആ ഫ്ലാറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ മരട് പ്രദേശം പഞ്ചായത്താണ്. ഇപ്പോഴും ഫ്ലാറ്റ് പൊളിച്ച് അതേ സ്ഥലത്ത് വേണം നിങ്ങൾക്കിപ്പോൾ ഫ്ലാറ്റ് ഉണ്ടാക്കുക. കാരണം എന്താ? മരട് പഞ്ചായത്ത് ഇപ്പോൾ മരട് മുനിസിപ്പാലിറ്റിയാണ്. മുനിസിപ്പാലിറ്റിയിൽ ഈ ദൂരപരിധി ബാധകമല്ല.
അതേ സാധനം ഇപ്പം ഉണ്ടാക്കുക. അപ്പോൾ ഇത് ബിൽഡിംഗ് റൂൾസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ജനപ്രതിനിധി, ഞാനിത് ഒരു സ്ഥലത്ത് അന്വേഷിച്ച് നോക്കുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ഭരിക്കുന്ന ഒരു പഞ്ചായത്തിലെ ജനപ്രതിനിധി